ചില ആളുകളുടെ ദുആ മൂന്നാലൊരു സ്ഥലത്തല്ല, മരിക്കുന്നതിന് മുമ്പല്ല, ആഖിറത്തിൽ മാറ്റിവെക്കൂല. പിന്നെയോ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ അങ്ങ് ചോദിക്കുന്ന സമയം തന്നെ മൂന്ന് കൂട്ടം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പെട്ടെന്ന് സഡൻ ഉത്തരം കൊടുക്കുമെന്ന് നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ തന്നെ പറയട്ടെ, മൂന്ന് കൂട്ടം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു വേഗത്തിൽ ഉത്തരം നൽകോ. ചോദിക്കേണ്ട താമസോ, ചോദിച്ചു തീരുമ്പോഴേക്കോ മൂന്ന് വിഭാഗം ആളുകളുടെ ദുആയിന് അല്ലാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നു. ഒന്ന് അല്ലാഹുവിന് സദാ സമയവും ദിക്ർ ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ. എപ്പോഴും തസ്ബീഹിന്റെ മാലയെടുത്തിട്ട് പടച്ച റബ്ബിനായി ദിക്ർ ചൊല്ലുന്ന ആളുകള്, ദാക്കിരീങ്ങളായ ദിക്ർ ചൊല്ലുന്ന ആളുകള്, അവരോട് കളിക്കാൻ നിൽക്കണ്ട. കാരണം അല്ലാഹുവിനായി കൂടുതൽ ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ പ്രാർത്ഥന ചോദിക്കുമ്പോഴേക്കും ഉത്തരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ദിക്റില്ല, കൂടുതൽ ദിക്റില്ല, എപ്പോഴും ദിക്റില്ല, അപ്പൊ അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരും. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം അൽ ഇമാമുൽ മുഖ്സിതു, ഇമാമിങ്ങളുടെ പ്രാർത്ഥനയാണ്. അത് പള്ളിയുടെ മെഹ്റാബിലെ ഇമാമുമാകാം, ഖുലഫാഉർ റസൂൽ മുതല ഏതെല്ലാം ഭരണാധികാരികൾ ഇമാമിങ്ങളാ, അവരൊക്കെ അന്ന് ഇമാമിങ്ങൾ എന്നാ പറയാ. അതേ പദവിയിൽ തന്നെയാണ് പള്ളിയുടെ മിമ്പറില്, പള്ളിയുടെ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമോ അൽ ഇമാമുൽ മുഖ്സിതു. അങ്ങനെയുള്ള ഇമാമിങ്ങളുടെ ദുആ അല്ലാഹു തട്ടൂല്ല, വേഗത്തിൽ ഉത്തരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി മൂന്നാമത് വേഗത്തിൽ ഉത്തരമല്ല കൊടുക്കുന്ന ഒരു കൂട്ടര വൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരുടെ ദുആയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോ ഒരു നിരപരാധിയായ മത്സ്യക്കച്ചവടക്കാരന് ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചപ്പോൾ അവന്റെ അടികൊണ്ട് നിലത്ത് വീണിട്ട് ആ നിരപരാധി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു വേഗത്തിൽ ഉത്തരം കൊടുത്തില്ലേ. ആക്രമിക്കപ്പെട്ടവന്റെ ദുആയും അല്ലാഹു വേഗത്തിൽ ഖബൂൽ ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളുർ റയാഹീൻ എന്ന കിതാബിലെ മനോഹരമായ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേട്ടോ. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായ ഹിജ്റ 500ന്റെ കാലത്ത് ജീവിച്ച 1000 ആണ്ട് കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളില് അതിനൊക്കെ തെളിവുകളായി മഹാന്മാർ പഠിപ്പിക്കുന്നു. അന്ന ഇംറഅത്തൻ ഇസ്രാഈലിയ, ബനൂ ഇസ്രാഈലിന്റെ കാലത്ത് ഒരു വൃദ്ധയായ ഉമ്മ ജീവിച്ചിരുന്നു. ഒരു പടുവൃദ്ധയായ ഒരു കിളവി, ഒരു ഉമ്മ, ഒരു വിധവയായ ഉമ്മ ജീവിച്ചിരുന്നു. കാനല ആദാറും ബിജിവാരി ഖസ്റിൽ മലിക്, ആ രാജ്യത്തെ ഭരണാധികാരിയുടെ, ആ രാജ്യത്തെ അധികാരിയുടെ, ആ രാജ്യത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്തായിരുന്നു ആ ഉമ്മയുടെ ചെറിയ കുടിലുള്ളത്. ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്താണ് ആ ഉമ്മയുടെ ചെറിയ ഒരു കുടില്, ഒരു കൂര എന്ന് നമ്മൾ പറയൂലേ, അതുണ്ടായിരുന്നത്. വകാന തസീനുൽ ഖസ്റാ, രാജാവിന് ഇത് വലിയ അപമാനമായി, രാജാവിന് ഇത് വലിയ മോശമായി. കാരണം തന്റെ പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രൗഢിയുടെയും മുമ്പില് എന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് ഒരു പാവപ്പെട്ട കിളവിയായ, ആരും നോക്കാനും സഹായിക്കാനുമില്ലാത്ത ഒരു പടുവൃദ്ധയായ ഒരു വിധവയായ കിളവിയുടെ, അതും ഒരു കൊച്ചുകുടിലോ, ഇത് രാജാവിന് നാണക്കേടായി. വകുല്ലമാ റാമൽ മലിക്
പലപ്പോഴും ആ കിളവിയായ ഉമ്മയുടെ അടുത്ത് ആളെ വിട്ടിട്ട് ചോദിക്കോ, ഈ കുടിലും വസ്തുവും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? രാജാവ് വാങ്ങാൻ തയ്യാറാണ്. ആ ഉമ്മ പറഞ്ഞു, കൊടുക്കാൻ പറ്റൂല, കാരണം ഞാൻ ഈ കൊച്ചു കുടിലാണ് കിടക്കുന്നത്, എനിക്ക് ഭർത്താവില്ല, മക്കളില്ല, എന്നെ നോക്കാൻ ആരും തന്നെ ഇല്ല. ഒരു ദിവസം ആ വൃദ്ധയായ വിധവയായ ഉമ്മ അവരുടെ റിസ്ക്കും തേടിയിട്ട്, ഭക്ഷണം തേടിയിട്ട് അവരാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവരാ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫഅമറൽ മലികു ബിഹദമിഹാ, രാജാവ് പട്ടാളക്കാരോട് ഓർഡറിട്ടോ, ആ കിഴവിയുടെ ആ കുടില് പൊളിച്ചു കളയുക. അവർ തിരിച്ചു വരുമ്പോഴേക്കോ ആ കുടിലവിടെ ഉണ്ടാകാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിക്കൊള്ളണോ. രാജാവിന്റെ പട്ടാളവും സൈന്യവും വരികയാണ്. അവർ വന്നിട്ട് കുടില് പൊളിച്ചു കളഞ്ഞു. ആ വൃദ്ധയായ വിധവയായ, ആരും കാണാനില്ലാത്ത നോക്കാനില്ലാത്ത വിധവയായ ആ പാവപ്പെട്ട ഉമ്മാന്റെ കുടില് പട്ടാളം പൊളിച്ചു കളഞ്ഞു. ആ ഉമ്മ മടങ്ങി വരുമ്പോൾ വീട് നിന്ന സ്ഥലത്ത് വെറും പൊടിപടലങ്ങളും മാത്രമാണ്, ഒന്നും തന്നെ ബാക്കിയില്ല. അവർ രണ്ട് കൈയും അങ്ങ് തലക്ക് വെച്ചു. എന്നിട്ട് അവരെ വീട് നിന്ന ഭാഗത്ത്, ആ കുടിൽ നിന്ന ഭാഗത്ത് അവർ ഇരുന്നു. ഇരുന്നിട്ടോ ആകാശ ലോകത്തിലേക്ക് അവരുടെ നയനങ്ങളെ, അവരുടെ കരങ്ങളെ, കണ്ണുകളെ അവർ ഉയർത്തിപ്പിടിച്ചു. ഉയർത്തിപ്പിടിച്ചിട്ടോ അല്ലാഹുവിനോട് അവരൊറ്റ ദുആയാണ്, ഇലാഹി വസയ്യിദി വമൗലാ, എന്റെ സംരക്ഷകനായ, എന്റെ യജമാനനായ, എല്ലാത്തിന്റെയും നാഥനായ ഞാൻ റിസ്ഖും തേടിയിട്ട് ഞാൻ എന്റെ കുടിൽ നിന്ന് പുറത്തു പോയപ്പോൾ പടച്ച റബ്ബേ നിന്നെ പരമേൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്, നിന്നോട് ദുആ ചെയ്തിട്ടല്ലേ അല്ലാ ഞാൻ പോയത്. ഞാൻ പുറത്തു പോകുമ്പോഴോ, ഞാൻ പുറത്തു പോയെങ്കിലോ നീയില്ലായിരുന്നോ അല്ലാ. ആക്രമിയായ രാജാവിനെ കൈകാര്യം ചെയ്യേ നീയില്ലായിരുന്നോ അല്ലാ. ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അല്ലാ പോയത്. വലിൽ മദ്ലൂമിനാസിറൂ, അക്രമികളെ കൈകാര്യം ചെയ്യുന്നവനല്ലേ അല്ലാ നീ. പിന്നെ എന്തേ റബ്ബേ ഈ അക്രമിയായ ഭരണാധികാരിയെ എന്റെ കുടില് പൊളിക്കാ വന്നപ്പോ നീ കൈകാര്യം ചെയ്തില്ല. ആ ഉമ്മ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. എന്റെ വീട് പൊളിക്കപ്പെട്ടു പോയി. ഈ വൃദ്ധയായ വിധവയായ ഈ കിഴവി നീ എവിടെ പോയി കിടക്കും അല്ലാ. എനിക്ക് ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ലല്ലോ അല്ലാ. പൊളിക്കപ്പെട്ട അക്രമിയായ രാജാവ് സുഖമായി ഉറങ്ങുകയാണ്. ആക്രമിക്കപ്പെട്ട ഉമ്മ ഉറക്കം വരുന്നില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ, ലാ തളിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫൽ മുആഖിറുഹു യഅതീക ബിന്നദമി. ലാ തളിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ, നീ എത്ര കഴിവുള്ളവനായാലോ, നീ ആരോഗ്യ ദൃഢഗാത്തനായാലോ, നീ സാമ്പത്തികമായി എത്ര ഉയർന്നവനായാലോ, നീ എത്ര അധികാരിയായാലും ലാ തളിമന്ന, നിന്റെ താഴെ തട്ടിലുള്ള ഒരാളോട് പോലും നീ നീതികേട് കാണിക്കല്ല, നീ അക്രമം ചെയ്തു പോകല്ല, നീ അനീതി ചെയ്തു പോകല്ല. അങ്ങനെ
ചെയ്താൽ ഫല്ലൽ മുആഖിറുഹു യഅതീക ബിന്നദമി, ഏത് അക്രമത്തിന്റെയും അവസാനം വല്ലാതെ നിനക്ക് ഖേദിക്കേണ്ടി വരും പൊന്നുമോനെ. എല്ലാ അക്രമത്തിന്റെയും അവസാനം നീ ഖേദിക്കേണ്ട ഒരു കാലം വരുമടോ. പാടില്ലായിരുന്നല്ലോ, ചെയ്യാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞുപോയി, ചെയ്തു പോയി, ആക്രമിച്ചു പോയി, ഒന്ന് പൊരുത്തം ചോദിക്കാമെന്ന് വിചാരിച്ചാലോ ആരെപ്പറ്റി മോശം പറഞ്ഞു ആ വ്യക്തി ഖബറിലായി പോയി. എന്ത് ചെയ്യോ? നമതു അയൂനുകവൽ മദ്ലൂമു മുൻതബിഹു യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി. നമതു അയൂനുക, അക്രമം ചെയ്ത അക്രമിക്കുറങ്ങാൻ പറ്റോ, പക്ഷേ വൽ മദ്ലൂമു മുൻതബിഹു, അക്രമിക്കപ്പെട്ടവർക്ക്, ഈ ഉമ്മയ്ക്ക് അതുപോലെ അക്രമങ്ങൾ നേരിട്ടവർക്ക് ഉറങ്ങാൻ പറ്റൂല, ഉറക്കം വരൂല്ല. ആക്രമിച്ചവനോ അവൻ കൊട്ടാരത്തിൽ അവൻ സുഖമായി ഉറങ്ങുന്നു. ആക്രമിക്കപ്പെട്ട മദ്ലൂമത്തായ ഉമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി. അക്രമിയായ രാജാവ് സുഖമായി ഉറങ്ങുമ്പോഴോ അവന്റെ മനസ്സിന്റെ ഉള്ളില് ഞാൻ കുടില് പൊളിച്ചു കളഞ്ഞല്ലോ, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ അധികാരം കൊണ്ട് ഞാൻ അവനെ ഒതുക്കിയല്ലോ. പക്ഷേ ഈ ഉമ്മയോ പാതിരാവിന്റെ നിശയുടെ നിശബ്ദതയില് തന്റെ പൊളിക്കപ്പെട്ട കുടിലിന്റെ പൊടിപടലങ്ങളെ നടുവത്തിരുന്നു കൊണ്ടവര് ഒരിക്കലും ഉറങ്ങാത്ത അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തുകൊണ്ട് തന്നെയിരുന്നു. രാജാവി വിവരമറിഞ്ഞു. ആ കിഴവി അവിടെ ഇരുന്നു കൊണ്ട് പ്രാകുന്നുണ്ട്, വല്ലാതെ പ്രാകുന്നുണ്ട്. രാജാവ് വന്നു. രാജാവ് വന്നിട്ട് ചോദിച്ചു, മാ തന്തലിരീന, നീ എന്താ പെണ്ണേ, നീ എന്താ കിളവി ഇങ്ങനെ ഇരുന്ന് പുലമ്പുന്നത്, നീ എന്താണ് പ്രാകുന്നത്? അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞു, ഞാൻ പറയുന്നത് എന്റെ റബ്ബിനോടാണ്, നിന്നോടല്ല. അന്തലുറ ഖറാബ ഖസിരിക, എന്റെ റബ്ബിനോട് ഞാൻ പറയുന്നത് ഞാൻ പറയാ. എന്റെ കുടില് നീ പൊളിച്ചതുപോലെ അന്തലുറ ഖറാബ ഖസിരിക, നിന്റെ ഈ രാജകൊട്ടാരവും രാജപദവിയോ തകർന്ന് കാണാൻ, അത് തകർന്നടിയുന്നത് കാണാൻ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജാവ് ഉമ്മയുടെ ഈ വാക്കിനെ നിസാരപ്പെടുത്തി കളിയാക്കി, വളരെ മോശമായി കളിയാക്കി. ചിരിച്ചു തള്ളി. ഇനി കേൾക്കണേ, രാജാവങ്ങ് മടങ്ങിപ്പോയി. രാത്രി ഒന്നുകൂടെ കുറ്റാക്കൂരിരട്ടായപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും പേടിപ്പെടുത്തുമാർ അതിശക്തമായൊരു ഘോരമായൊരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജനങ്ങൾ ഓടുകയാണ്. ഓടി വരുമ്പോൾ രാജാവിന്റെ കൊട്ടാരവും രാജാവും പട്ടാളവും അള്ളാഹു ഭൂമിയെ ഒന്ന് കുലുക്കിയിട്ട് ഭൂമിക്കടിയിലേക്ക് അള്ളാഹു താഴ്ത്തിക്കളഞ്ഞു. മഹത്തുക്കളായ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ്. ആ സമയത്ത് ആകാശ ലോകത്ത് മഴവില്ല് പോലെ അള്ളാഹു ജല്ല ജലാലു അവിടെ കൂടിയ ജനലക്ഷങ്ങളെ പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ഇങ്ങനെ എഴുതി കാണിച്ചു എന്നാണ്. എന്ത്? ഒരു ഉമ്മ ദുആയിരുന്നപ്പോ, എടാ ഒരു കിഴവിയായ തള്ള ദ്വാരുന്നപ്പോ നീ കളിയാക്കിയോ? അള്ളാഹു അങ്ങനെ മഴവില്ല് പോലെ എഴുതി കാണിച്ചു എന്നാണ്. നീ ആക്ഷേപിച്ചോ, നിസാരപ്പെടുത്തിയോ? അള്ളാഹു ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് എന്താണ് ചെയ്തതെന്ന് കണ്ടോടാ. സിഹാമുല്ലൈലി ലാ തുഖ്തി വലകിൻ ലഹാ അമദുൻ വലിൽ അമദിൻ ഖിളൂ.
രാത്രിയിലെ അസ്ത്രമുണ്ടല്ലോ അതിന് ഉന്നം പിഴയ്ക്കൂല. രാത്രിയിലെ അസ്ത്രത്തിന് ഉന്നം പിഴയ്ക്കൂല എന്ന് പറഞ്ഞാൽ പകലത്തെ ദുആ പോലെയല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരാൾ അല്ലാഹുവിനോട് ദുആ ഇരുന്നാൽ ലാ തുഖ്തി, ആ ദുആ ഉന്നം പിഴക്കാതെ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്ന് കൊള്ളുമെന്ന് മഹാന്മാർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.